നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐയിലെ 4 മന്ത്രിമാരും മത്സരിക്കും. 3 ടേം പൂർത്തിയാക്കിയ 6 പേർ മാറും. ഇ ചന്ദ്രശേഖരൻ, ഇ കെ വിജയൻ, ചിറ്റയം ഗോപകുമാർ, GS ജയലാൽ, PS സുപാൽ, വി ശശി എന്നിവരെയാണ് ഒഴിവാക്കിയത്. അർജുൻ രാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ രാജ്, 4 മന്ത്രിമാരും മത്സരിക്കുമെന്നുള്ളതാണ്. 4 മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിക്കുള്ളിലുള്ളത്. അപ്പോൾ അവർ 4 പേരെയും മത്സരിപ്പിക്കാൻ നിലവിൽ പാർട്ടി തീരുമാനിക്കുന്നു. ശ്യാമലി, നിർണായകമായിട്ടുള്ള തീരുമാനമാണ് CPI-യുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് എടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനം 4 മന്ത്രിമാരും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3 ടേം പൂർത്തിയാക്കിയ 6 CPI MLA-മാരെ മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ മത്സരിക്കുന്ന അതേ 4 ഇടത്ത് തന്നെയായിരിക്കും മന്ത്രിമാർ മത്സരിക്കുക. നെടുമങ്ങാടാണ് GR അനിൽ ജയിച്ചിരുന്നത്. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും. രണ്ടാമത്തേത് ചടയമംഗലത്താണ് J. ചിഞ്ചുമണി മത്സരിക്കുന്നത്. അവരെ ഒരുപക്ഷെ ആ മണ്ഡലം മാറ്റാനുള്ള ഒരു ആലോചന നടന്നിരുന്നെങ്കിലും സെക്രട്ടേറിയറ്റിൽ അവർ ചടയമംഗലത്ത് തന്നെ മത്സരിക്കട്ടെന്ന തീരുമാനത്തിലേക്ക് എത്തി. ചേർത്തലയിലാണ് P. പ്രസാദ് ജനവിധി തേടുക ഇത്തവണയും. ഒല്ലൂരിൽ K. രാജൻ. അങ്ങനെ 4 മന്ത്രിമാരെയും അവരുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ CPI തീരുമാനിച്ചിരിക്കുന്നു. 3 ടേം പൂർത്തിയാക്കിയ 6 MLA-മാർ CPI-ക്കുണ്ട്. അവരെ മാറ്റാനുള്ള ആലോചനയിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടന്നിട്ടുണ്ട്. കാഞ്ഞങ്ങാടാണ് ഇ ചന്ദ്രശേഖരൻ ജയിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തെ മാറ്റും. ഇ കെ വിജയൻ നാദാപുരത്ത് നിന്ന് മാറ്റും. വി ശശി ചിറയൻകീഴ് MLA അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. GS ജയലാൽ ചാത്തന്നൂരിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ അടൂർ മണ്ഡലത്തിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. പുനലൂരിൽ നിന്ന് PS സുപാൽ എന്നിവരായിരിക്കും മാറുക. ചിറയൻകീഴിൽ മനോജ് P. ഇടമനയ്ക്കാണ് കൂടുതലായിട്ടുള്ള സാധ്യത പറയുന്നത്. പുനലൂരിൽ സാം കെ ഡാനിയൽ സ്ഥാനാർത്ഥിയാകും. അടൂരിൽ CA അരുൺകുമാറായിരിക്കും CPI-യുടെ LDF-ന്റെ സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു സാധ്യതാ പട്ടിക നിലയിലേക്ക് വരെ കാര്യങ്ങൾ CPI എത്തിയിരിക്കുന്നു. 25 ഇടത്താണ് അവർക്ക് ഇത്തവണ കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത്. ആ 25 ഇടത്തും ഇത്തവണയും CPI മത്സരിക്കും. അതിൽ 6 MLA-മാരെ മാറ്റും. ബാക്കി 4 മന്ത്രിമാർ അവരുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ തന്നെ ജനവിധി തേടും. ശാമിൽ, നേരത്തെ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയാൽ മതിയെന്നായിരുന്നു CPI-യിലെ ധാരണ. അങ്ങനെ നോക്കുമ്പോൾ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ മന്ത്രിമാരെയും മത്സരിപ്പിക്കാൻ CPI തീരുമാനിക്കുകയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ